നമസ്തേ. ചിലരുടെയൊക്കെ സംശയമാണ്, ഉണ്ണാവൃതം നോറ്റാൽ ഫലമില്ലേ? അത് ഒരു വീട്ടമ്മ എന്നോട് ചോദിക്കണ്ടായി. ഞാൻ വ്രതങ്ങൾ നോൽക്കുന്നൊരു വീട്ടമ്മയാണ്. മാസത്തിൽ പലതവണ ഒന്നും കഴിക്കാതെ ഉപവസിക്കാറുണ്ട്. ഭർത്താവിന് വേണ്ടിയും ഉപവസിക്കാറുണ്ട്. എങ്കിലും പ്രത്യേകിച്ച് മനസ്സമാധാനമൊന്നും കിട്ടുന്നില്ല. എന്താണ് ഇതിൽ പറയാനുള്ളതെന്ന് ചോദിച്ചിട്ടുണ്ട്. ഉപവാസം എന്നാൽ ഭക്ഷണം കഴിക്കാതിരിക്കലാണെന്ന് ആരെങ്കിലും പറഞ്ഞതായി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഒരിക്കലും അങ്ങനെയല്ല. ഉപസമീപേയോ വാസേ ജീവാത്മാ പരമാത്മയോ ഉപവാസ സവിജ്ഞേയോ നതു കായസ്യ ശോഷണം. വരാഹോപനിഷത്തിലെ 2-ാം അധ്യായത്തിലെ 39-ാമത്തെ ശ്ലോകമാണ്. ഉപശബ്ദത്തിന് അടുത്തെന്നർത്ഥം. വാസം എന്നാൽ താമസിക്കുക, സ്ഥിതി ചെയ്യുക എന്നൊക്കെയാണ് അർത്ഥം. ജീവാത്മാവ് പരമാത്മാവിൻ്റെ അടുത്ത് സ്ഥിതി ചെയ്യണം. ജീവാത്മാവ് പരമാത്മാവിൻ്റെ അടുത്ത് വസിച്ച് പരമാത്മാവിൻ്റെ വിശിഷ്ട ഗുണങ്ങൾ സ്വന്തം ജീവിതത്തിൽ പകർത്തുക. അല്ലാതെ ആഹാരം കഴിക്കാതെ ശരീരത്തെ ശോഷിപ്പിക്കുന്നതല്ല ഉപവാസം. നതു കായസ്യ ശോഷണം. ഇനി വ്രതം എന്താണെന്ന് ശരിക്കും അറിയാൻ യോഗദർശനം പഠിക്കുന്നത് നന്നായിരിക്കും. ജാതിദേശകാല സമയാനവച്ഛിന്ന സർവഭൗമ മഹാവ്രത്. ജാതി വ്യത്യാസം നോക്കാതെ, ദേശകാലങ്ങൾ നോക്കാതെ ഈശ്വരനെ സദാ കൈക്കൊണ്ട് എല്ലാവരോടും സൗഹാർദ്ദമായും സന്തോഷത്തോടെയും പെരുമാറി ദാനം, ദയ എന്നിവയോടുകൂടി അന്നപാനീയങ്ങൾ നൽകി സർവപ്രാണികളോടും ദയയോടുകൂടെ ദയുള്ളവനായി സദാ ജീവിതകാലം കഴിക്കുന്നതാണ് മഹാവ്രതം എന്നർത്ഥം. സർവേശ്വരൻ രക്ഷിക്കുമാറാകട്ടെ.